വാഗമൺ കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യമുയരുന്നു. 2019 പഞ്ചായത്ത് രൂപീകരിക്കാൻ എല്ലാ നടപടികളും പൂർത്തിയായതാണ്. കോവിഡ് വന്നതാണ് തിരിച്ചടിയായത്. പഞ്ചായത്ത് രൂപീകരിച്ചാൽ മാത്രമേ വാഗമണിന്റെ വികസനം നടപ്പാക്കാൻ കഴിയൂ എന്നാണ് നാട്ടുകാരുടെ വാദം. വാഗമൺ നിവാസികളുടെ പഞ്ചായത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിൽ. കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് വാഗമൺ. തോട്ടം മേഖലയ്ക്ക് നടുവിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് വാഗമൺ. ഏലപ്പാറ പഞ്ചായത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് ആസ്ഥാനത്ത് എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയിലാണ്. അതിനാൽ തന്നെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം വികസന കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ഇത് മനസ്സിലാക്കിയ ഒന്നാം പിണറായി സർക്കാർ സർവേകളെല്ലാം പൂർത്തിയാക്കി പഞ്ചായത്ത് രൂപീകരണത്തിന് വക്കിലെത്തിയതാണ്. അപ്പോഴാണ് കോവിഡ് വില്ലനായത്. അന്നത്തെ തീരുമാനം ഇന്നും ഫയലിൽ ഉറങ്ങുകയാണ്. രണ്ടാം പിണറായി സർക്കാർ പഞ്ചായത്ത് രൂപീകരണത്തിന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തോട് ചേർന്ന് കിടക്കുന്ന ഉപ്പുതറ പഞ്ചായത്തിലെ കുറെ ഭാഗവും ഏലപ്പാറ പഞ്ചായത്തിലെ കുറെ ഭാഗവുമാണ് അന്ന് വാഗമൺ പഞ്ചായത്തിനായി കണ്ടെത്തിയിരുന്നത്. 1971 മുതൽ ഈ പ്രപ്പോസൽ സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇപ്പൊ വെച്ചാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ഈ പഞ്ചായത്ത് രൂപീകരിക്കണം എന്ന ഒരാശയം മുമ്പോട്ട് കൊണ്ടുവന്നു. പക്ഷെ ഈ ഒരുപാട് പഞ്ചായത്തുകൾ വിഭജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് മുന്നിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്തായാലും വാഗമൺ കേന്ദ്രീകരിച്ചൊരു പഞ്ചായത്ത് ഈ പ്രദേശത്തിൻ്റെ വികസനം പഞ്ചായത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ വാഗമൺ പഞ്ചായത്ത് രൂപീകരിക്കണം. മാത്രമല്ല ഈ ഏലപ്പാറ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ടൂറിസം പ്രദേശം കൂടിയാണ് വാഗമൺ. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ഭൂരിഭാഗവും സ്ഥലം ഏലപ്പാറ പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ എന്തെങ്കിലും കാര്യം നടത്തണമെങ്കിൽ 12ലധികം കിലോമീറ്റർ യാത്ര ചെയ്യും. വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രം ഏലപ്പാറ പഞ്ചായത്തിലെ കറവപ്പശു മാത്രമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 10% പോലും വാഗമണിന്റെ വികസനത്തിന് ചെലവഴിക്കുന്നില്ല. അതിനാൽ വാഗമണിൽ പഞ്ചായത്ത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസ് ആരംഭിക്കാൻ പഞ്ചായത്തിന്റെ തന്നെ കെട്ടിടവുമുണ്ട്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ സാമ്പത്തിക ബാധ്യത പറഞ്ഞാണ് പിന്നോക്കം പോയത്. നിലവിൽ വന്ന UDF സർക്കാരെങ്കിലും വാഗമണിന് ഒരു പഞ്ചായത്ത് അനുവദിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, വാഗമൺ.